മിച്ചഭൂമിയിലെ വനവൽക്കരണം എന്ന മീഡിയ വൺ ക്യാമ്പയിനിൽ സർക്കാർ ഇടപെടൽ. ഭൂമി സംബന്ധിച്ച് റവന്യൂ, വനം വകുപ്പുകളുടെ സംയുക്ത പരിശോധന നടത്തും. പാലക്കാട് ജില്ലാ കളക്ടർ, CCF എന്നിവരുടെ നേതൃത്വത്തിലാണ് ഭൂമിയുടെ രേഖകൾ പരിശോധിക്കുക. മിച്ചഭൂമിയാണെന്ന് തെളിഞ്ഞാൽ പിന്നീട് വനം വകുപ്പ് അവകാശം ഉന്നയിക്കില്ല എന്നും വനം മന്ത്രി മീഡിയ വണിനോട് പറഞ്ഞു. സർക്കാർ നൽകിയ മിച്ചഭൂമിയിൽ പതിറ്റാണ്ടുകളായി താമസിക്കുന്ന ആളുകളാണ് വനം വകുപ്പിന്റെ ഇടപെടൽ മൂലം പ്രതിസന്ധി അനുഭവിക്കുന്നത്. റവന്യൂ വകുപ്പ് നൽകിയ ഭൂമി വനമാണെന്ന വാദം ഉന്നയിക്കുന്നത് മൂലം പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങൾ മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തതോടെയാണ് സർക്കാർ ഇടപെടൽ. റവന്യൂ, വനം എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ഭൂമിയുടെ രേഖകൾ പരിശോധിക്കും. മിച്ചഭൂമിയാണെന്ന് തെളിഞ്ഞാൽ ആ ഭൂമിയിൽ വനം വകുപ്പ് അവകാശവാദം ഉന്നയിക്കില്ലെന്ന് വനം മന്ത്രി പറഞ്ഞു. വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച ചെയ്ത് വളരെ പെട്ടെന്ന് ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് രേഖാമൂലം തെളിയിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വേറെ വാശിയൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. രേഖകൾ പരിശോധിച്ച് ആർക്കാണോ അവരെടുക്കുക. അല്ലാതെ അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് കൂടുതലോ താല്പര്യക്കുറവോ ഇല്ല. സർക്കാർ ഇടപെടലിന്റെ ആശ്വാസത്തിലാണ് തൃക്കടീരിയിലെ കുടിൽ താമസിക്കുന്ന കുടുംബം. ഇങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നന്ദിയുണ്ട്. കാരണം ഞങ്ങളിവിടെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്. ഞങ്ങൾക്ക് അത് നടപ്പിലാക്കി തരണം എന്നാണ് ഞങ്ങൾ പറയണത്. റവന്യൂ വകുപ്പിൽ നിന്ന് പാലക്കാട് ജില്ലാ കളക്ടറും വനം വകുപ്പിൽ നിന്ന് പാലക്കാട് CCF-ഉമായിരിക്കും രേഖകൾ പരിശോധിക്കാൻ നേതൃത്വം നൽകുക. കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ട് പൂർണ്ണമായി നടപ്പിലാക്കുന്നതിനുള്ള സാധ്യതകളും പരിശോധിക്കുമെന്ന് വനമന്ത്രി പറഞ്ഞു. വനഭൂമി സംബന്ധിച്ച തർക്കത്തിൽ രേഖകൾ പരിശോധിക്കാൻ വനം വകുപ്പ് തയ്യാറായത് അപൂർവ നടപടിയായാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. സാജിദ് അജ്മൽ, മീഡിയ വൺ, പാലക്കാട്.